പെരിങ്കടവിള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിനെതിരെ അർദ്ധരാത്രിയിൽ അജ്ഞാതന്റെ ആക്രമണം. 1 മണിക്കൂർ ഒ പി ബഹിഷ്കരിച്ച് ഡോക്ടർമാരും ജീവനക്കാരും. ഇന്നു മുതൽ രാത്രി കിടത്തി ചികിത്സ നടത്തില്ലെന്ന് ജീവനക്കാർ. നെയ്യാറ്റിൻകര പെരിങ്കടവിള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരുടെ വിശ്രമമുറിയിൽ അജ്ഞാതനെ രാത്രി ഒളിച്ചിരുന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് വൻ പ്രതിഷേധമുയരുന്നത്. ഉപദ്രവിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ അജ്ഞാതൻ വിശ്രമകേന്ദ്രത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 1:30 സംഭവം. തിരക്കുകൾ കഴിഞ്ഞ് വിശ്രമിക്കാനെത്തിയപ്പോൾ മുറിയിൽ അലമാരയുടെ പിന്നിൽ ആരോ നിൽക്കുന്നതുപോലെ തോന്നി. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആരോ ഉണ്ടെന്ന് ബോധ്യമായി. ഇതോടെ നഴ്സുമാർ നിലവിളിച്ചു. ശബ്ദം കേട്ട് രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെ എത്തിയപ്പോഴേക്കും അജ്ഞാതൻ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. മെനഞ്ഞാന്ന് രാത്രി 1 മണിക്കെന്നാണ് പറഞ്ഞത്. 12-ന് 1 മണിക്ക് ശേഷം എന്നാണ് രാത്രി വന്ന് ഒരാള് സിസ്റ്റർ ഉറക്കത്തിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടോണ്ട് നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. വാതിലിന്റെ കൊളുത്ത് മാറ്റിയിരിക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി സിസ്റ്റർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തറയിൽ ഒരാൾ പതുങ്ങിയിരിക്കുന്നു. അത് ഇരിക്കുന്നത് പിന്നെ നോക്കിയവൻ കൈയും കാലാനങ്ങുന്നു. പെട്ടെന്ന് സിസ്റ്റർ അല്ലറി വിളിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കൂടെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞത് ഇല്ല എന്ന് തന്നെയാണ് പറയാൻ. കാരണം സാമൂഹ്യ വിരുദ്ധരുടെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടം പോലെയാണ്. എല്ലാവരും വന്ന് നിത്യം അഭ്യാസം പോലെ വന്ന് പള്ളി വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതിനു മുമ്പേ ഒരു ഡോക്ടറെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഡോക്ടർ പോലീസിനെ വിളിച്ചു വരുത്തി ആ പുള്ളി 60 ദിവസം വരെ റിമാൻഡിൽ കിടന്നിട്ട് ഇറങ്ങിയ പുള്ളി അന്ന് ഈ സംഭവം നടന്നതിൻ്റെ അന്ന് വൈകുന്നേരം ഇവിടെ വന്ന് ബഹളം വെച്ച് ഡോക്ടറെ അടിക്കും, ഡോക്ടറെ കാണണം, ഡോക്ടറെ അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഉടനെ പോലീസിനെ വിളിച്ചു വരുത്തി ഡോക്ടറെ പറഞ്ഞ് ആ പേഷ്യൻ ആ ആളിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. തൊട്ടടുത്ത് പണി പൂർത്തിയായ കെട്ടിടമുണ്ടെങ്കിലും ഇത് തുറന്നു കൊടുക്കുന്നില്ല. സെക്യൂരിറ്റിയോ CCTV ക്യാമറകളോ ഇല്ലാത്തതിനാൽ ജീവനക്കാരുടെ സുരക്ഷ ഭീഷണിയിലാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്നു മുതൽ രാത്രി ചികിത്സ ഒഴിവാക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്കും പാറശാല താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി.